Triflow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം ഒരു പ്രധാന കാര്യമാണ്. മധുരം എന്ന് പറയുമ്പോൾ പലതരം രീതിയാണ്. ഇപ്പോൾ നാടനാകാം, അല്ലെങ്കിൽ വ്യത്യസ്തമായി. ഇപ്പോൾ പുഡിങ്സിനൊക്കെ ഭയങ്കര മാർക്കറ്റുള്ള സമയമാണ്. വീട്ടമ്മമാർ പലതരം ഡിസേർട്ട്സ് തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ പേസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം വ്യത്യസ്തമായ പേസ്ട്രീസ്, കേക്ക്സ്, പല ടൈപ്പ് ഓഫ് ഐസിങ്സ് ഒക്കെ ഉള്ള വളരെ ഭംഗിയുള്ളതും സ്വാദുള്ളതുമായ വ്യത്യസ്തമായ കാര്യങ്ങൾ വീട്ടമ്മമാർ തയ്യാറാക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് പുഡിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു കാറ്റഗറി തന്നെയാണ്. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പുഡിങ്സ് ഇപ്പോൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമായ പുതിയ പുതിയ പുഡിങ്ങുകൾ പരീക്ഷിക്കാനും കണ്ടെത്താനുമായിട്ട് ഇപ്പോൾ വീട്ടമ്മമാർ ശ്രമിക്കാറുണ്ട്. കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പുഡിങ്സ്. ഇപ്പോൾ ഐസ്ക്രീം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ഇപ്പോൾ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു പായസം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഐസ്ക്രീം നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വാങ്ങാൻ സാധിക്കും. പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ പുഡിങ്സ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. ചില ടൈപ്പ് ഓഫ് പുഡിങ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ക്രീം കാരമൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. കാരമൽ പുഡിങ് അത്തരം കാര്യങ്ങൾ. പക്ഷേ ചില പുഡിങ്സ് നമുക്ക് വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക, ട്രൈഫിൾ പുഡിങ് ചിലപ്പോൾ ഒരു പക്ഷേ റെസ്റ്റോറൻറ്റ്സിലോ ഹോട്ടൽസിലോ വാങ്ങാൻ കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വീട്ടിലാകുമ്പോൾ എന്തെല്ലാം വ്യത്യസ്തമായ തരം പുഡിങ്സ് ഉണ്ടാക്കും. ഇപ്പോൾ സൂഫ്ലേസ് ഒക്കെ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വാങ്ങാം, വീട്ടിലും തയ്യാറാക്കാം. പക്ഷേ ഇവിടെ ഒന്നും കിട്ടാത്ത വെറൈറ്റീസ് ഓഫ് ഒരു റെസ്റ്റോറൻറ്റിലും ഒരു പക്ഷേ പോയാൽ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാനോ വാങ്ങാനോ പറ്റാത്ത വെറൈറ്റി പുഡിങ്സാണ് പല വീടുകളിലും വീട്ടമ്മമാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു പുഡിങ്. ഇത് വളരെ വ്യത്യസ്തമായ സ്വാദുള്ളൊരു പുഡിങ്ങാണ്. റാഫിയുള്ള പുഡിങ് എന്നാണ് നമ്മളിതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ട്രഫിൾസ് ഉണ്ട്, ഒരു തരം മുട്ടായിയാണ്. ഏതാണ്ട് എന്താ പറയുക, ഒരു വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പൊടിയും പിന്നെ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമായിട്ട് വരുന്നൊരു ട്രഫിൾസ് പോലത്തെ റൗണ്ട് ഷേപ്പിലൊരു മുട്ടായിയാണ്. ഇത് വിദേശത്ത് കിട്ടുന്ന, ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ആ ഒരു ചോക്ലേറ്റ്. അതിൻ്റെ സ്വാദ് തരുന്ന ഒരു പുഡിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡർ 200 ഗ്രാം, ഫ്രഷ് ക്രീം 400 ml, വിപ്പിംഗ് ക്രീം 1 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ്, ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/4 കപ്പ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1.5 കപ്പ്, ബദാം ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ റാഫലോ പുഡിങ് തയ്യാറാക്കാം. ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ലളിതമായ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ ഫ്ലേവറും, അതായത് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലിൻ്റെയും അതേസമയം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ ഡ്രൈഡ് കോക്കനട്ട്, തേങ്ങ ചിരകിയത് ഉണക്കി എടുക്കുന്ന പോലെ ഡ്രൈ, അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റി വരുന്ന ഒരു കാര്യമാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവറും അതോടൊപ്പം വൈറ്റ് ചോക്ലേറ്റിൻ്റെയും കൂടി ടേസ്റ്റും കുറച്ച് ബദാം ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ റഫലോ പറയുന്ന മുട്ടായിക്കും ഏതാണ്ട് അതേപോലത്തെ, ആ ട്രഫിൾസിനും അതേപോലത്തെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജലറ്റിൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് ഞാൻ അളവ് വെച്ചിരിക്കുന്നത്. കുറച്ച് തണുത്ത വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക, കുതിര. അതൊരു സൈഡിലിരിക്കട്ടെ. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് അലിയിച്ചെടുക്കാം, ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്, കുറച്ച് കാര്യങ്ങൾ. ഈ ചേരുവകളെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ചേരുവ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പം തേങ്ങാപ്പാൽ പൊടി 200 ഗ്രാമാണ്. 100 ഗ്രാംസിൻ്റെ 2 പാക്കറ്റ്, അതാണ് അളവ്. അതാണ് ആദ്യം ചേർക്കുന്നത്. അതാദ്യം ഇത് തേങ്ങാപ്പാൽ പൊടിയാണ്, കോക്കനട്ട് മിൽക്ക് പൗഡർ. അതെടുക്കുന്നു. അതിനോടൊപ്പം നമ്മൾ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് പോലെ ഉള്ള കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 1 ടിൻ പൊട്ടിച്ച് ഞാനൊരു ബൗളിലാക്കി വെച്ചിരുന്നതാണ്. അത് ചേർക്കുന്നു. എന്നിട്ട് ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീം നമ്മൾ 1 കപ്പ്. ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തതെല്ലാം കൂടി ചേർന്ന് വരും. വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കാം. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ വിപ്പിംഗ് ക്രീമായി, പിന്നെന്താ
കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തു. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ 1 കപ്പാണ് ചേർത്തത്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ 200 ഗ്രാംസ് 200 ഗ്രാം ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ക്രീം 400 ml, അതായത് 200 ml 2 പാക്കറ്റ് ടെട്രാ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1.25 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ഒഴിക്കാം. എല്ലാം കൂടി ചേർന്ന് നല്ല റിച്ച് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. റിച്ച് ഒക്കെ ക്രീമും എന്താ പറയുക, കണ്ടൻസ് മിൽക്ക് 2 ടൈപ്പ് ക്രീം, ഫ്രഷ് ക്രീമും ഉണ്ട്, വിപ്പിംഗ് ക്രീമും ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡറുണ്ട് ധാരാളമായിട്ട്, പിന്നെ അതിന് കണ്ടൻസ് മിൽക്കുണ്ട്. അപ്പോൾ എല്ലാ കാര്യമായി നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിക്കും. ഇതിങ്ങനെ നല്ല കൊഴുത്തിങ്ങനെ വരികയാണ്, നല്ല തിക്കായിക്കൊണ്ടിരിക്കുന്നു. കാര്യം വിപ്പിംഗ് ക്രീം ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മളെല്ലാം കൂടെ ബീറ്റ് ചെയ്യുന്നത്. അല്ല, വിപ്പിംഗ് ക്രീം സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് വിട്ടാക്കിയിട്ട് നല്ലതായിട്ട് പതച്ചിട്ടല്ല ചേർത്തത്. എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ചാക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ച് പതപ്പിക്കുകയാണ്. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം എല്ലാം ഇതിനകത്തുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നിങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഇതായിട്ട് വരികയാണ്, വിത്തായിട്ട് വരികയാണ്. ഭയങ്കര സ്വാദാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ് ഈ പുഡിങ്ങിന്. നല്ലൊരു കോക്കനട്ട് ഫ്ലേവർ പ്ലസ് ചോക്ലേറ്റ്. ഇപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചേർത്തിട്ടില്ല, അത് വരും, ഇനി ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴും നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറിക്കഴിഞ്ഞു, നല്ല പതഞ്ഞ് റെഡിയായി കഴിഞ്ഞു. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമ്മൾ ജലറ്റിൻ ഒന്ന് അലിയിക്കാൻ വെക്കണം, കുറച്ച് വെള്ളം വയ്ക്കാം. അപ്പോൾ ജലറ്റിൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു, കുതിർന്നിരിക്കുകയാണ്. ഇനി അത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചൊന്ന് അലിയിച്ചെടുക്കണം. എന്തായാലും വെള്ളം ഒന്ന് ചൂടാകട്ടെ, അതിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർന്നിരിക്കുന്ന ജലറ്റിൻ ഇറക്കി വെക്കാൻ പോകുന്നു. എന്നിട്ട് ഒന്ന് ചൂടാകട്ടെ. ഈ ചൂടിങ്ങനെ കയറുമ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ജലറ്റിൻ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന പുഡിംഗ് മിശ്രിതത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം, യോജിപ്പിക്കാം. അപ്പോൾ ജലാറ്റിൻ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇത് 1 മുതൽ 1.5 കപ്പ് വരെ ആകാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1.5 കപ്പുണ്ട്. 1/2 കപ്പോളം ബദാം ഗ്രേറ്റ് ചെയ്തത് എടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഏകദേശം പകുതിയോളം എടുക്കാം. അതിൻ്റെ കൂടെ ബദാം, ഏകദേശം പകുതിയോളം വൈറ്റ് ചോക്ലേറ്റ്, അതും കൂടി 1.5 കപ്പുണ്ട്, ഏകദേശം 1 കപ്പോളം. എടുക്കും, യോജിപ്പിക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, ഏകദേശം 1 കപ്പ് വരെ ആകാം, അല്ലെങ്കിൽ അര കപ്പ് എന്ന് വയ്ക്കും, 1/4 കപ്പ് വരെ ആകാം. കുറച്ച് ബദാം പൗഡേർഡ്, അല്ലെങ്കിൽ ക്രഷ്ഡ്, അല്ലെങ്കിൽ ഗ്രേറ്റഡ്. അതിൻ്റെ കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ പുഡിംഗ് മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് വീണ്ടും ചെറുതായി ഒന്ന് യോജിപ്പിക്കും. ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലെൻഡർ ഇവിടെ ഉപയോഗിക്കുന്നത്.
അപ്പോൾ എല്ലാം യോജിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതൊരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാൻ പോവാണ്. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും യോജിച്ചു. വൈറ്റ് ചോക്ലേറ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ടും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ബദാമും ഇതിൽ ജലറ്റിനും ചേർത്തതാണ്. ജലറ്റിൻ കുതിർത്ത മിശ്രിതം 1 ടേബിൾ സ്പൂൺ. അപ്പോൾ പുഡിങ് നമ്മൾ ഡിഷിലേക്ക് മാറ്റി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ബാക്കിയിരിക്കുന്ന ഏതാണ്ട് 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതിനകത്തേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബദാം ആദ്യം ഒന്ന് ടോപ്പിംഗ് ആയിട്ട് ഇടാം. ബാക്കിയിരിക്കുന്ന ബദാം, ഇത് 1/2 കപ്പ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ചു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ഉരച്ചെടുത്തത്. നമ്മൾ തിക്ക് ലെയർ ഓഫ് ടോപ്പിങ് കൊടുത്തു കഴിഞ്ഞു. ഡെസിക്കേറ്റഡ് കോക്കനട്ടും വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർന്നൊരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാം റെഡി. അങ്ങനെ നമ്മുടെ റാഫലോ പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും, അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വയ്ക്കാം. എന്തായാലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ മാറ്റാം. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്യണമെങ്കിൽ സ്കൂപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ കഴിക്കുന്ന കൂട്ടത്തിൽ ശരിക്കും നിറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു അതും ബദാമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. കൂടാതെ നല്ല ഒരു കോക്കനട്ട് ഫ്ലേവറാണ്, കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെയും എല്ലാം കൂടി ചേർന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്വാദായിരിക്കും. റാഫലോ പുഡിംഗ് ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ ഫ്രീസറിലാണ് വെച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി റെഡിയാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ജലറ്റിൻ ഉള്ളതുകൊണ്ട് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു. എന്തായാലും ഇത് തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 4 മണി പലഹാരത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രാതലിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാം. ഉപ്പുമാവ് വളരെ രുചികരമാണ്, ഉണ്ടാക്കാനും എളുപ്പം. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് സ്ലൈസസ് 8 എണ്ണം പൊടിച്ചെടുത്തത്, എണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവിന് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കുക. അപ്പോൾ നമ്മൾ 8 കഷ്ണം ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അത് മധുരം ഉള്ള ബ്രെഡ് വേണ്ട, സ്വീറ്റ് ബ്രെഡ് അല്ലാതെ സാധാരണ ബ്രെഡ്. അത് പൊടിച്ചെടുക്കുക. മിക്സി ഉപയോഗിച്ചിട്ട് ഒരു മിക്സിയിൽ 1 അടി അടിച്ചാൽ മതി, അത് നല്ലതായിട്ട് പൊടിഞ്ഞ് വരും. അങ്ങനെ പൊടിച്ചെടുത്താണ്. ഇത് 8 സ്ലൈസ് ബ്രെഡ്. ഇനി ആദ്യം എന്താ വേണ്ടേ? കുറച്ച് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഏത് തരം എണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എണ്ണ നല്ല ചൂടായിട്ടൊരു താളിക്കൽ, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പച്ചമുളക്, പിന്നെന്താ സവാള, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതുകൊണ്ട് ശരിക്കും ഇതൊരു ഉപ്പുമാവിൻ്റെ ഫീൽ തന്നെയാണ്. ഇതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഉപ്പുമാവായിരിക്കും, ഏത് തരം റവ ഉപ്പുമാവാണോ എന്താണ് നമുക്കൊരു ഐഡിയയും കിട്ടില്ല, പക്ഷേ കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ടിഫിനിൽ കൊടുത്തയക്കാം, പിന്നെന്താ രാവിലെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി പലഹാരം. സാധാരണ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ പക്കോടാസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ബ്രെഡ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ, പുഡിങ്സ് ഉണ്ടാക്കാം, ഒത്തിരി കാര്യങ്ങളുണ്ട്.
എങ്കിലും ഇതൊരു ചെറിയ പലഹാരം പോലെ നമുക്ക് ചെയ്യാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഒരു ടീസ്പൂൺ കടുക്, വറ്റൽമുളക് 2, 3, 4 എത്ര വേണമെങ്കിലും ഇടാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില, ആവശ്യാനുസരണം കറിവേപ്പിലയും ഈ സവാള. അപ്പോൾ രണ്ട് ഇടത്തരം ചെറിയ സവാളയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി കൂടെ വലുതായാലും നല്ലത്. ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി പച്ചമുളക് 4, 5 നമ്മളുടെ എരിവിന് വേണ്ടത്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കും. ഒരു പക്ഷേ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുള്ളൂ, അത് മാത്രം മതിയെന്ന് വയ്ക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി നിറമൊക്കെ മാറാൻ തുടങ്ങട്ടെ, അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി ഒരു പിങ്ക് കളറായി കഴിഞ്ഞു. പച്ചമുളകൊക്കെ വാടിക്കഴിഞ്ഞു. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല, ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വെച്ചേക്കാം. ഇനി എന്താണ് അടുത്തത്? നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിച്ചിരി നമ്മൾ കുറച്ച് ആവശ്യത്തിന് സ്പൈസി ആയിട്ടൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ലേക്കും. അപ്പോൾ കുറച്ചുകൂടെ മോഡറേറ്റ് ആക്കാം. നമ്മുടെ എരിവ് ആവശ്യാനുസരണം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചച്ചുവ മാറും, മൂക്കുന്നൊരു മണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ ഉണ്ടാവില്ലേ, അത് പാടില്ല, മൂക്കണം. മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ്, ഇത് 8 കഷ്ണം ബ്രെഡാണ്. പൊടിച്ച ബ്രെഡ് ചേർക്കുന്നു. അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിനോടൊപ്പം ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ മധുരമില്ലാത്ത ബ്രെഡാണെങ്കിൽ പഞ്ചസാര 1 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. സ്വീറ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ പഞ്ചസാരയൊന്നും ചേർക്കരുത്. എല്ലാ കാര്യങ്ങളുമായി നല്ല കളർഫുള്ളായി. ഇനി ലാസ്റ്റ് തേങ്ങ ചെരുകിയത്, അത് ആവശ്യാനുസരണമാണ്. 1 കപ്പ് മുതൽ 1.5 കപ്പോ എത്ര വേണമെങ്കിലും ചേർക്കാം, നമ്മളുടെ ഇഷ്ടം. ഉപ്പുമാവിന് കുറച്ച് തേങ്ങയൊക്കെ ഉള്ളത് കുറച്ച് സ്വാദാണ്, നല്ലതായിരിക്കും. അങ്ങനെ ഏതാണ്ട് 1.25 കപ്പ് തേങ്ങ ചെരുകിയത് ഞാൻ ചേർത്തു. ഇനി ഉപ്പൊക്കെ നോക്കുക, പോരാത്ത ഉപ്പ് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലിനി എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഈ എരിവിൻ്റെ കാര്യമൊക്കെ കുറയ്ക്കുക. എന്നിട്ട് അതിന് പകരം വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെന്താ ഫ്രൈഡ് റൈസിന് ചേർക്കുന്ന പോലെ ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാബേജ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയെല്ലാം വേണമെങ്കിൽ മാറ്റങ്ങളോടുകൂടി ചെയ്യാം. അതെല്ലാം നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന ആ ഒരു സമയത്താണ് ചേർക്കേണ്ടത്, എല്ലാം വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ആ തേങ്ങയുടെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ മാത്രം ഇളക്കിയിരുന്നു. ഉപ്പൊക്കെ ക്രമീകരിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പുമാവ് റെഡി. ഇനി ഇതിൽ വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ധാരാളമായിട്ട് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഇനി എന്താ പറയുക, മുട്ട ചേർക്കണമെങ്കിൽ അത് വേണമെങ്കിലും ആ സ്ക്രാമ്പിൾ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ എന്തെങ്കിലും സ്പ്രൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, പയറ് മുളപ്പിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കുറച്ച് മല്ലിയിലയുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുള്ളായി. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
തന്നെ നമ്മളുടെ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയായിട്ട് നമുക്ക് മല്ലിയില കൊണ്ടോ എന്തെങ്കിലും അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് റാഫലോ പുഡിംഗ് ആണ്. വളരെ സ്വാദാണ്, വെരി ടേസ്റ്റി പുഡിംഗ്, തീർച്ചയായിട്ടും പരീക്ഷിക്കണം. പിന്നെ രണ്ടാമത് കാണിച്ചത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഉപ്പുമാവാണ്, ബ്രെഡ് ഉപ്പുമാവ്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.